കാലത്തെണീറ്റ് മുറ്റത്തൂടെയൊക്കെ ഒന്നും നടന്നില്ലെങ്കിൽ ഒരു സുഖവും എനിക്ക് തോന്നാറില്ല കേട്ടോ. അങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ കമ്പുപ്രാണീനെ കണ്ടത്. ഇതിനെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി. പിന്നെ ചേച്ചിക്ക് കൊണ്ടാകാനായിട്ട് കുറച്ച് ഇഞ്ചി പറിക്കണമായിരുന്നേ. നമ്മുടെ പറമ്പിൽ തന്നെ ആവശ്യത്തിന് ഇഞ്ചി മഞ്ഞളൊക്കെ അമ്മ നട്ടു വെക്കാറുണ്ട് കേട്ടോ. അപ്പം അതിന് കുറച്ച് ഇഞ്ചിയൊക്കെ പറിച്ച് തിരിച്ചിറങ്ങിയപ്പം ദേ അരിക്കൂണുണ്ടായി നിൽക്കുന്നു. തലേന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നേ. അപ്പം അമ്മ പറഞ്ഞു അതും കയ്യോടെ പറിച്ചു വെച്ചേക്ക്, അല്ലെങ്കിൽ കേടായി പോകുന്നേ. അത് പറിക്കാൻ കൊണ്ടാകാത്തതിന് കുഞ്ഞൻ റോഡിൽ തപസ്സൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കട്ടപ്പനയ്ക്ക് പോകണമായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ കട്ടപ്പനയ്ക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവൻ നല്ല എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ വിശാലി പോയി കുറച്ച് അരികുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു കുഞ്ഞിന് 1-2 ജോഡി ഡ്രസ്സ് എടുക്കാന്നേ. വിശാലിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ സീമാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കയറുന്നത്. ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് 1-2 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് ഇറങ്ങിയേ. അവിടെ തൂക്കിയിട്ടിരുന്ന സാധനമാണ് കേട്ടോ. പിന്നെ പോരാൻ നേരത്തെ ഇച്ചിരി പോത്തിറച്ചിയൊക്കെ വാങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഇതാണ് കേട്ടോ കട്ടപ്പന ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറിയപ്പോൾ തന്നെ കുഞ്ഞൻ ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നേ. തലേന്നൊക്കെ നല്ല മഴയായതുകൊണ്ട് കുറേ ഉണ്ടായിരുന്നു അലക്കാനായിട്ട്. കൂട്ടി ഇട്ടാലും അത് ലോഡാകത്തല്ലേ ഉള്ളൂ. പിന്നെ അലക്കൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടൊന്ന് നടക്കാനിറങ്ങി. ഈ ചെടിക്ക് ഞങ്ങൾ പൗഡർ ചെടി എന്നാണേ പറയുന്നത്. പിന്നെ പൂച്ചപ്പുട ചെടി എന്നൊക്കെ പറയും. അതേന്ന് 1-2 പൂവൊക്കെ പൊട്ടിച്ച് കുഞ്ഞിന് കൊടുത്തു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വൈകിട്ട് നമുക്ക് കാച്ചിക്ക പുഴുങ്ങാന്നേ. ഒരുപാട് കാച്ചിലൊന്നും ഇല്ല കേട്ടോ. ഇതിലൂടെയൊക്കെ അമ്മ 1-2 മൂട് നട്ട് വെച്ചിട്ടേ ഉള്ളൂ. അതേന്നൊക്കെ തപ്പിപ്പറിക്കോ. ആകെ മൊത്തം ഇത്രേ കിട്ടിയുള്ളൂ. ഇത്രയും ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ തിരിച്ചു കയറിപ്പോയപ്പോൾ കാന്താരി നിപ്പുണ്ടായിരുന്നു. അതേന്ന് 5-6 കാന്താരി മുളകും പൊട്ടിച്ചു. കാച്ചിലിനും ചേമ്പിനും ചേനയ്ക്കൊക്കെ കാന്താരിമുളക് ചമ്മന്തി തന്നെയല്ലേ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വീട്ടിലെത്തിയ ഉടനെ അമ്മ കയ്യോടെ തന്നെ കാച്ചിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഞങ്ങൾ ഇറച്ചിക്കാച്ചിക്ക എന്നാണ് പറയുന്നത്. എനിക്ക് വെള്ളക്കാച്ചിലിനേക്കാൾ ഒത്തിരി ഇഷ്ടം ഇറച്ചിക്കാച്ചിൽ തന്നെയാണ്. അങ്ങനെ കാച്ചിലൊക്കെ പുഴുങ്ങി പാത്രത്തിലാക്കി ഇച്ചിരി ചുമന്നുള്ളിയും എണ്ണയൊക്കെ ചേർത്ത് കാന്താരിമുളക് ചമ്മന്തി അരച്ച് അതും കഴിച്ചു. അപ്പോഴത്തേക്ക് നേരം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.